എല്ലാവർക്കും സുഖല്ലേ? ഫുഡ് കഴിച്ചാ? ഒരു ബർത്ത്ഡേ വിഷിന് ഓരോ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് ഒരു പ്രാങ്ക് പോലെ ആക്കിയിരിക്കുകയാണ്. അമ്പ പൂരത്തെറിയ എനിക്ക് കമന്റിന്റെ അകത്ത് കിട്ടി. അമ്മ ഇവിടെ പോയി. അമ്മേ, നിങ്ങളെ വിളിക്കുന്നേ, നിങ്ങളെ ഫാൻസ് ബർത്ത്ഡേ വീഡിയോ പൊളിച്ച് നിനക്ക് പൂരത്തെറിയായിട്ട് ഞാൻ എന്റെ വീഡിയോ അർച്ചീവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളിങ്ങനെ തോന്നിയാസൊന്നും പറയല്ല. ഞാൻ ഇന്നലത്തെ വീഡിയോ പൊളി എന്നിട്ട് എല്ലാവരും കമന്റ് ഇടുന്ന ആളെ തോന്നിയ സാധനം കിട്ടി. ഞാൻ ഫേസ്ബുക്ക് ഒന്ന് ഡിലീറ്റ് ആക്കി. അതിന്റെ ഒറിജിനൽ വീഡിയോ എന്താന്നുള്ള ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യും. അതിൽ ലാസ്റ്റ് അവരെ സ്ലോ മോഷനും സോങ് ഒക്കെ വെച്ചിട്ട് അവർ ഹാപ്പി ആയിട്ട് എനിക്ക് കേക്കെല്ലാം മുറിച്ച് തന്നത്. അപ്പോ അത് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യും. ഇന്ന് വൈകുന്നേരം ഒരു 4-5 മണിക്ക് അല്ലെ 6 മണിക്ക് പോസ്റ്റ് ചെയ്യും. നിങ്ങളെല്ലാവരും കണ്ടിട്ടൊന്ന് നല്ല കമന്റ് ഇടണേ. ഞാൻ ഇൻസ്റ്റയിലിട്ട് അത് പ്രാങ്കാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് പ്രാങ്ക് അല്ല, ബർത്ത്ഡേ വിഷ. എന്നെ ഏതാ വായാർച്ചിലെല്ലാരും ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ, സത്യം പറയാലോ. ഞാൻ മെന്റലി ഭയങ്കര തളർന്നു പോയി. നെറ്റ് ഇഷ്യൂ ഉണ്ട് അത് ഞാൻ എന്നിട്ട് ഇതാക്കി. അപ്പൊ എനിക്ക് സത്യമായിരുന്നു ഞാൻ മെന്റലി ഭയങ്കര ഇതായിപ്പോയി. ഞാനിനി വീഡിയോ ചെയ്യൂല എന്ന് വരെ വിചാരിച്ചു. ഹലോ മുർഷി, ഞാൻ ഭയങ്കര സാഡ് അവസ്ഥയിലാണ് സത്യം പറയാലോ. ഇന്നലെ ബർത്ത്ഡേ എനിക്ക് സത്യം പറയാലോ. ഞാൻ രാവിലെ എണീച്ച് നോക്കുമ്പോഴത്തേക്ക് അമ്മാതിരി കമന്റുകൾ അതിൻ്റെ അകത്ത് വന്ന് ഞാൻ അത്രയൊന്നും പ്രതീക്ഷിക്കില്ല നിങ്ങളടുന്ന്. ഞാൻ അതുകൊണ്ട് എനിക്ക് ഭയങ്കര മെന്റലി ഞാൻ വീഡിയോ ഇടൂല. എങ്ങനെയാണെങ്കിൽ ഇന്ന് 6 മണിക്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്നുള്ള നിങ്ങളെല്ലാം അറിയണം. അയാളെ പേടിപ്പിച്ചെന്നുള്ള ഓക്കെയാണ്. പക്ഷെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള നിങ്ങളെ അറിയണം. അതുകൊണ്ട് ഇന്ന് 6 മണിക്ക് ഞാൻ ഇൻസ്റ്റയിലെ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങളെല്ലാം കാണുക. സൗണ്ടില്ലേ പിന്നെയോ? സൗണ്ടിന് പറ്റിയേ. അപ്പോ നിങ്ങളെല്ലാരും ലൈവിലുള്ള ആൾക്കാർ മാക്സിമം ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ ഒന്ന് കാണണം. എന്നിട്ട് നിങ്ങൾ നോക്കണം. ആ ലാസ്റ്റില് ഓർക്ക് ഹാപ്പി ആയതും എല്ലാം കാണാം. അപ്പോ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ്. പക്ഷെ ഇന്നലെ രാത്രി വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇന്നലെ 7 മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് 9 മണിയാകുമ്പോഴത്തേക്കിന് 1 ലക്ഷം ആൾക്കാർ വീഡിയോ കണ്ട്. പക്ഷെ അതിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമന്റ് വന്ന്. ഞാൻ അതിൽ പ്രാങ്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ പ്രാങ്ക് അല്ല, എന്താണ് അത് ബർത്ത്ഡേ വിഷായിരുന്നു. പക്ഷെ കൂടിപ്പോയി കുറച്ച്, സാരമില്ല. പക്ഷെ അയാൾക്ക് മറക്കാൻ പറ്റൂല. എന്നാൽ അയാൾ ലാസ്റ്റ് ഹാപ്പിയായി ഉഷാറാക്കി. അപ്പോ ഞാൻ എനിക്ക് സത്യം പറയാം, എനിക്കെന്തോ സങ്കടമാണ് നിങ്ങളിങ്ങനെ കമന്റ് ഇട്ടിട്ട്. ഇന്നലത്തെ പ്രാങ്കിൽ ഞാനിട്ട കമന്റ് ഇനി മുക്കിയ എന്തിനാണ്? കമന്റ് എല്ലാം ഞാൻ മുക്കി കഴിഞ്ഞിക്ക്. ഞാൻ കുറെ ആൾക്കാരെ ഡിലീറ്റ് ആയി കഴിഞ്ഞിക്ക്, സത്യം പറയാലോ. അമ്മ നിങ്ങളെ കാണാലോ. ഇന്നലെ ഇട്ട കമന്റ് ഞാൻ പ്രാങ്കിൽ ഒരുപാട് എന്നെ ഏതാ പൊലമ്പം വയ്യാർച്ചലി അതുൽ SMP പ്രാങ്കിനെ പ്രാങ്കായിട്ട് കാണണ്ടേ? അത് പ്രാങ്ക് അല്ല, ബർത്ത്ഡേ വിഷ. പ്രാങ്ക് പോലെ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് പേടിപ്പിച്ചിരിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ജസ്റ്റ് അവർക്ക് ഓർമ്മിക്കാൻ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണ്ടേ നമ്മള്. അപ്പൊ ഞാനതുപോലെ തന്നെ ചെയ്തിക്കാള്ളൂ. പക്ഷെ അയാൾ വണ്ടിയിട്ട് ഓടി. അപ്പൊ അത് വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ യൂട്യൂബ് കാണാൻ വേണ്ടിട്ട് ഇൻസ്റ്റയിൽ ജസ്റ്റ് പ്രാങ്കാന്ന് മാത്രം പറയുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് അപ്പോഴത്തേക്ക് ആൾക്കാർ എടുത്തിട്ട് അലക്കി തന്നെ. SMP ഞാൻ പറഞ്ഞല്ലോ, SMP ഹലോ. അപ്പോ എനിക്ക് മെന്റലി ഒരു മൂഡില്ല. ഞാനിനി വീഡിയോയിലെ നിർത്തിയിട്ട് ഗൾഫിലേക്ക് പോണം. അതാന്നല്ല, ഞാനിനി അറബീന്റെ ഓടി. അത് റോഡിലേക്ക് ഓടിയതാണ് പ്രശ്നം. റോഡിലേക്ക് ഓടിയിട്ട് ഞാൻ അതിനുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുത്തേക്ക്. വീട്ടിന്റെ തൊട്ടപ്പുറമുള്ള ആളോട് പറഞ്ഞേക്ക് വണ്ടി വരുന്നുണ്ടോ നോക്കാം അവർ വരുന്ന സമയത്ത്. പിന്നെ ഇപ്പുറത്തെ ഒരു ഏട്ടനുണ്ട്, ആളോട് ഞാൻ ഏൽപ്പിച്ചിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ നോക്കണേ. അതെല്ലാം ചെയ്തിട്ടാ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത് അമ്മേതാ എല്ലാം ആഞ്ചേരി വാന്ന്. ആഞ്ചേരി ഞാൻ എപ്പോ ഉണ്ടാവും. SMP എന്ന് പറഞ്ഞല്ലോ. ആദിയ. അപ്പൊ എന്നാ എല്ലാരോടും അല്ലേ ബൈ. അമ്മക്ക് സാരി എടുത്തിട്ട് വരട്ടെ. അമ്മ കിടിലൊരു സാരി വാങ്ങി കൊടുക്കട്ടെ. പെട്ടെന്ന് വണ്ടി വരൂല. പെട്ടെന്ന് വണ്ടി വരാത്ത രീതിയിൽ ഞാൻ സെറ്റാക്കി. ഇപ്പുറത്തെ വീട്ടിലെ ആളോട് ഞാൻ പറഞ്ഞേക്ക് നോക്കണേ എന്നുള്ള. പോയി വന്ന് ഈ ഒരു സാധനം ആരാൻ തിന്നുക. അതോ ഈ ഒരു സാധനം നമ്മൾ സ്കൂളിന്റെ അടുത്തെല്ലാം കിട്ടുന്ന സാധനം ഉണ്ടാ. ഇതുണ്ടാ ഈ സാധനം നല്ല ടേസ്റ്റാ. സാധനം അടിപൊളി ടേസ്റ്റ് സാധനം കേട്ടോ. ഇത് പേരാൻ കാരണൂടാ. കിട്ടുന്ന സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്.
എന്നാ ശരി. പണ്ട് ഷാപ്പ് നിന്നിരുന്ന പേരറിഞ്ഞൂടാ. സ്കൂളിന്റെ അടുത്തല്ല ഉണ്ടാവുന്നു. സ്കൂളിലെ ഇതിപ്പോ സ്കൂളിന്റെ അടുത്ത് വരുന്ന വൈകി വാങ്ങിയാ.